അമ്മയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ നടൻ ആക്ടർ ജയൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജയൻ, കൂടുതൽ പേജുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതെങ്ങനെ സംഭവിച്ചിരിക്കാമെന്നാണ് താങ്കൾ കരുതുന്നത്? ഒന്നാമത്തെ കാര്യം, ഇത് ഒരു റിപ്പോർട്ടല്ലേ. ഒരു മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ സർക്കാരിന്റെ ഇനിഷ്യേറ്റീവില് സിനിമയെ കുറിച്ച് പഠിക്കാൻ ഏൽപ്പിച്ച ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടുകള് ഈ സർക്കാരിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിനെ അവരുടെ ഒരു ഡിസ്ക്രിപ്ഷനല്ലേ അതെങ്ങനെ സമർപ്പിക്കും എന്നുള്ളത്. ഇതിനകത്ത് എനിക്കോ താങ്കൾക്കോ അറിവുള്ളത് ഇത് റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ എത്ര പേജ് ഉണ്ട് എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ വായിച്ചറിയുന്നത്. അപ്പൊ ആ ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിനകത്തുനിന്ന് കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾക്ക് അറിവുള്ളത് മാത്രമേ എനിക്കുള്ളൂ. അതിനപ്പുറത്തോട്ട് എനിക്ക് ഒരു അറിവുമില്ല. മനസ്സിലായി? ഈ അമ്മയുടെ പ്രതികരണം വൈകുന്നുണ്ടോ? ഒരു വ്യക്തമായ പ്രതികരണം പ്രതികരണം കുറച്ച് വൈകിപ്പോയി എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതില്ലാന്ന് പറയുന്നില്ല. ഇപ്പോഴും വ്യക്തമായൊരു നിലപാടിലേക്ക് വന്നിട്ടില്ല അമ്മ, അല്ലെ? ഈ വിഷയത്തിൽ അമ്മ തീരുമാനത്തിലെത്തും. വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കകം അമ്മ പ്രതികരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാനും. എറണാകുളത്ത് തന്നെ ഉണ്ട് ഇപ്പോഴും. താങ്കൾ ഔദ്യോഗിക ഭാരവാഹിയാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഔദ്യോഗിക ഭാരവാഹിയാണല്ലോ താങ്കൾ. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യം. എന്താ പറയുക, നമുക്കൊരു ബഹുസ്വരതയിൽ വിശ്വസിച്ച് പോകുന്ന ഒരു സംഘടനയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കേട്ടതിന് ശേഷം, വനിതാ വിഭാഗത്തിന്റെ ശബ്ദം കൂടെ കേട്ടതിന് ശേഷമേ നമ്മളൊരു പ്രതികരണം നടത്താവൂ എന്നുള്ളത് കൊണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിനു മുമ്പേ പ്രതികരിച്ചേനെ. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, അമ്മ എന്ത് പ്രതികരിച്ചാലും അമ്മ ഇരകൾക്കൊപ്പമാണ്. ഒരിക്കലും അമ്മ ഈ വേട്ടക്കാർക്കൊപ്പം നിൽക്കില്ല. അത് നിങ്ങൾക്ക് അസന്നിഗ്ധമായി നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന മാറ്റർ തന്നെ. ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് അടക്കം ഉടനെ ചേരുന്നുണ്ടോ ശ്രീജയൻ? ഉറപ്പായിട്ടും അധികം വൈകാതെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കൂടുന്നതാണ്. കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ പത്രക്കാരെ വളരെ ഒഫീഷ്യലായിട്ട് തന്നെ അമ്മയുടെ അഭിപ്രായം അറിയിക്കുന്നതാണ് കേട്ടോ. ഈ WCCയുടെ അഭിപ്രായം കൂടി കേൾക്കുമോ നിങ്ങൾ? WCC നമ്മുടെ സഹോദരങ്ങളല്ലേ, അവരെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റുമോ? അവരോട് എനിക്ക് വളരെ സ്നേഹവും നന്ദിയുണ്ട്. കാരണം അവരുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഈ സിനിമയിൽ ഇങ്ങനെ സംഭവിക്കുന്നു. ഞാനും നിങ്ങളും ആദ്യമായിട്ട് കേൾക്കുകയല്ലേ സിനിമയിൽ ഇങ്ങനത്തെ അരാജകത്വം കൊണ്ടെന്ന്. നമ്മൾ കുടുംബമായിട്ട് ഈ ജീവിതത്തിൽ ഈ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് നടൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്ന, കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലുള്ളവര് ഇങ്ങനത്തെ കഥകൾ സിനിമയിലുണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ ഷോക്ക് പൊതുസമൂഹത്തിനുണ്ടായ അതേ ഷോക്കാണ് ഞങ്ങൾക്ക് വന്നത്. അതുകൊണ്ട് WCCയോട് ഞങ്ങൾക്ക് നന്ദിയും ആദരവേ ഉള്ളൂ. കാരണം അവർ എടുത്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടയായത്. അതിലൂടെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് വെളിവായത്. അതുകൊണ്ട് അവരോട് നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷനും ഇല്ല. അവരോട് ബഹുമാനവും ആദരവും, അവരെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ, സ്നേഹത്തോടെ നിർത്തിക്കൊണ്ട് തന്നെ പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ പവർ ഗ്രൂപ്പുമായൊക്കെ ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ടോ? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? താങ്കൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? എന്റെ സുഹൃത്തെ, ഇതൊരു സ്വകാര്യ മേഖലയല്ലേ. ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു സാധനം വിൽക്കാൻ പോകുമ്പോൾ കച്ചവട മൂല്യമുള്ളതിന് കൂടുതൽ വില കിട്ടില്ലേ? കച്ചവട മൂല്യം കുറവുള്ളതിന് കുറവായിരിക്കുമല്ലോ. ഇപ്പൊ മമ്മൂക്കയോ ലാലേട്ടനോ നായകനായ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ ഭയങ്കര ആളുണ്ടായിരിക്കില്ലേ തിയേറ്ററിൽ? ഞാൻ നായകനായിട്ട് അഭിനയിച്ച എന്റെ ഭാര്യ പോലും ചിലപ്പോൾ കാണാൻ പോയില്ല. കാരണം അത്രയ്ക്ക് വിലയേ ഉള്ളൂ എനിക്ക് സിനിമ. ഇത് ഞാൻ മനസ്സിലാക്കണ്ടേ? അപ്പം അങ്ങനെ കച്ചവട മൂല്യം കൂടുതലുള്ള ആൾക്കാരെ ആർക്കെങ്കിലും പവർ ഗ്രൂപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ തോന്നലുകൾ മാത്രമായിരിക്കില്ലേ. എന്നെ ഇതുവരെ ഒരു പവർ ഗ്രൂപ്പും എന്നെ നശിപ്പിക്കാൻ വന്നിട്ടില്ല, എന്നെ നന്നാക്കാനും വന്നിട്ടില്ല. നമ്മൾ ഒരു ഓരത്തിലൂടെ സിനിമയിൽ ഇഷ്ടപ്പെട്ട് നമ്മൾ ഇത് തൊഴിലായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു ആത്മാഭിമാനത്തോടെ. അവിടെ ഈ വിഷയങ്ങൾ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഷോക്കാണ്. എന്റെ അറിവിൽ അങ്ങനത്തെ പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്റെ അറിവാണ് ഞാൻ ഈ പറയുന്നത്. ശരി, നന്ദി. ശ്രീ ജയൻ ചേർത്തല, അദ്ദേഹം അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഒരുപക്ഷെ അമ്മയുടെ ഔദ്യോഗിക ഭാരവാഹി നിലയത്തിൽ അദ്ദേഹം സംസാരിച്ചത്. അമ്മയുടെ എക്സിക്യൂട്ടീവ് ഉടൻ ചേരും. അഡ്വക്കേറ്റ് പ്രജി, താങ്കൾ ടെലിഫോൺ ലൈനുണ്ടെന്ന് കരുതുന്നു. ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞു തുടങ്ങിയതാണ്. അതായത് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് 48ാമത്തെ പേജിലെ 93ാമത്തെ പാരഗ്രാഫിൽ ഈ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നുൾപ്പെടെ സ്ത്രീകൾക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നതായി ലഭിച്ച തെളിവുകളിൽ നിന്ന് വ്യക്തമാകുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷമുള്ള പേജുകളാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഗൗരവതരമായ പരാമർശങ്ങൾ അടങ്ങിയ പേജുകളാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്.